നമസ്കാരം, ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ രാമനാട്ടുകര ജംഗ്ഷനാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് രാമനാട്ടുകര ജംഗ്ഷനിലുള്ള ട്രൂ വാല്യൂവിലാണ്. ബൈപ്പാസിന് തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. അത്യാവശ്യം മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുള്ള കാലാവസ്ഥ അതിനെ കൊണ്ട് തന്നെ 30,000 മുതലുള്ള ഏകദേശം 2 വർഷം 3 വർഷമൊക്കെ വാറണ്ടി കിട്ടുന്ന, അതേ സമയത്ത് മാർക്കറ്റ് വാല്യൂ ആയിട്ട് നോക്കുന്ന നേരം അത്യാവശ്യം വിലപ്പാകമുള്ള ഫുൾ ലോൺ വരെ കിട്ടാൻ സാധ്യതയുള്ള വണ്ടികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ളതെല്ലാം തന്നെ. വീഡിയോ അതിനാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിൽ കിടക്കാം. സോ മൂവിങ് ടു ദ വീഡിയോ. 2000 മോഡൽ സെന്ന് തൽക്കാലം നമുക്ക് ചെറിയ പഠിക്കാൻ ആവശ്യമുള്ള അങ്ങനത്തെ റണ്ണിങ് കണ്ടീഷനുള്ള നല്ല വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പേപ്പറൊക്കെ ഏത് വരെയുള്ളത്? പേപ്പർ 25 വരെ, 2025 വരെ പേപ്പർ വാലിഡിറ്റി. ഇന്റീരിയർ അത്യാവശ്യം 25 വർഷം പഴക്കമുള്ള വണ്ടി വെച്ച് നോക്കുന്ന നേരം അത്യാവശ്യം വൃത്തിയുണ്ട്. എഞ്ചിൻ ഏതാ വരുന്നത്? ഇത് നോക്കണം, ഇന്ന് കയറിയതേ ഉള്ളൂ വണ്ടി. ഓക്കെ, കാർബറേറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. നിലവിലുള്ള എഞ്ചിൻ കണ്ടീഷനൊക്കെ എന്താ? കുഴപ്പമില്ല, റണ്ണിങ് കണ്ടീഷൻ നല്ല വണ്ടിയാണ്. കുഴപ്പമൊന്നും. ഓക്കെ, എ സി വരുന്നുണ്ടോ? ആ, എ സി ഇല്ല. എ സി വർക്കിംഗ് ആണോ? കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല, ഇന്ന് കയറിയതുള്ളൂ, ഞാൻ നോക്കിയിട്ടില്ല. ഓക്കെ, ഇന്ന് വൈകുന്നേരം എത്തിയതുള്ളൂ വണ്ടി. എ സി വർക്ക് ചെയ്യുന്നെങ്കിലും വർക്ക് ചെയ്യുന്നതിലും 30,000 റേറ്റ് വയ്ക്കുന്നത്. 2000 മോഡൽ തന്നെ മോഡിഫൈ ചെയ്തൊക്കെ ഇറക്കാൻ വേണ്ടി ഇറക്കാൻ പറ്റുന്ന. ഓ, റിന്യൂവലൊക്കെ എടുത്ത സെറ്റായി നല്ല കളറൊക്കെ. പേപ്പറൊക്കെ എന്ത് വരെയുള്ള? 25 വരെ. 2025 വരെ പേപ്പർ ഫിറ്റ് അല്ലേ? കുറയും റേറ്റ്? ലാസ്റ്റ് റേറ്റ് ആണ്. ആയിക്കോട്ടെ, നോക്കാം, നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 2017 ഓൾട്ടോ LXI, ഓൾട്ടോ VXI, LXI. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 75. 75,000 കിലോമീറ്റർ. 2017 ഓൾട്ടോ LXI. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? സെക്കൻഡ് ഓണറാ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത രീതിയിലുണ്ടോ? മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, റേറ്റ് എത്ര ചോദിക്കുന്നത്? 2017 നമുക്ക് 2.5 കൊടുക്കാം. 2.5. 2017 ഓൾട്ടോ 800 LXI അല്ലേ? 17 വാറണ്ടി ഇല്ലല്ലോ? ഇല്ല, വാറണ്ടി ഇല്ല. ഓട്ടോകോൺ ആരും ഇല്ലല്ലോ? വാറണ്ടി ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഓട്ടോകോൺ നമ്മൾ മെയിൻ ആയിട്ട് അതർ ബ്രാൻഡിനാണ് കൂടുതൽ കൊടുക്കണം. ഓക്കെ, ഓട്ടോകോൺ അധികം നമ്മൾ അതർ ബ്രാൻഡിന് ആണ് കൂടുതൽ കൊടുക്കണം, മാരുതി വണ്ടിക്കല്ല. ഓക്കെ, ഇതിപ്പോൾ ലോണൊക്കെ എത്ര? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ആണ്? ഓ, തീർച്ചയായിട്ടും. അതിനടുത്ത് 2018 മോഡൽ ഗ്രാൻഡ് ഐ 10 62,000 ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി. ഓണർഷിപ്പ് എത്രയോ? സിംഗിൾ ഓണറാ തോന്നുന്നുണ്ട്, നോക്കണം. പുതിയ മാറി വന്ന വണ്ടികളാണ്. ഓക്കെ, മാഗ്നയാണ് വരുന്നത്, ഓപ്ഷൻ 1.2 കാപ്പ എഞ്ചിനാണ്. 13 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. മാഗ്ന അതിനെ കൊണ്ട് എയർ ബാഗ് ഡബിൾ ഉണ്ട്. മാഗ്ന ഓപ്ഷനാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ടാവും. ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ഇല്ലെന്നേ ഉള്ളൂ. ബാക്കി ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീറ്റാണ്. ഒരു സീറ്റ് കവർ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. 2018 മാഗ്ന ഓപ്ഷൻ ഗ്രാൻഡ് ഐ 10 62,000 കിലോമീറ്റർ. റേറ്റ് എത്ര വരുന്നത്? ഇത് 390 റേറ്റ്. 390 ഫുൾ ലോണ് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 4,10 3,3 മുകളിലേക്ക് എങ്ങനെയാണ് ബാങ്ക് വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ് എന്തെങ്കിലും കൊണ്ട് റേറ്റ് മാറിയതാണോ അല്ലെങ്കിൽ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എടുക്കുന്ന വർക്കൊന്നും ഇല്ലല്ലോ? ഒരു വർക്കും ഇല്ല, നല്ല പക്ക വണ്ടി. ഓക്കെ, മിനി SUV ഇതാ നമ്മളെ റിയൽ SUV, മൈക്രോ SUV. ഓ, 2020 2020. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് കിലോമീറ്റർ നോക്കണം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 42,000 കിലോമീറ്റർ ഓടിയതാണ്. LXI VXI പ്ലസ് VXI ആണ്. ഫീച്ചേഴ്സിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസും പിന്നെ ഇതുണ്ടാവില്ല, ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള വ്യത്യാസമാണ്. VXI പ്ലസിലാണ് ഇത് വരുന്നത്. എല്ലാം വരുന്നത് ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. പിന്നെ പവർ വിൻഡോസ് ഏത് എക്സ്പ്രസ് എടുത്താലും അതിന് ഫ്രണ്ടിൽ മാത്രമേ പവർ വിൻഡോസ് ഉണ്ടാവുള്ളൂ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ക്ലീൻ വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ട്? 45. ഓണർഷിപ്പ് സിംഗിൾ ആണ്. എടുക്കുന്ന വേറെ വർക്കൊന്നുമില്ല. ഒന്നുമില്ല, വാറണ്ടി വണ്ടി. ഒരു 1 ഇയർ ആണോ 6 മാസമാണ് വാറണ്ടി? 1 ഇയർ വാറണ്ടി. മൈലേജ് 15 16 ഒക്കെ കിട്ടുന്നുണ്ടോ? K സീരീസ് എഞ്ചിനല്ലേ അതിൽ വരുന്നത്? വാഗണാറിലൊക്കെ വരുന്ന സെയിം എഞ്ചിൻ തന്നെ. റേറ്റ് എത്ര വയ്ക്കുന്നത്? ഇത് 395. ലോണ് ഫുൾ ലോൺ. 2017 മൈക്ര നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ്. എന്താ പോവാതെ? ഈ മാസം ബുക്കിംഗ് ആയി, അവരെ ലോൺ പാസ്സാവാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്താ. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്യാൻസൽ ചെയ്തു, ഇൻവോയ്സ് ക്യാൻസലേഷൻ ആയിട്ടുള്ളൂ. 2017 മോഡൽ മൈക്രയാണ്. XL എന്നുള്ള വേരിയന്റ് ആണ്. വണ്ടി ഒന്ന് കാണിച്ചു തരുമോ? 2017 മൈക്ര XL 1.2 ലിറ്റർ എഞ്ചിൻ, 13-15 റേഞ്ചിൽ മൈലേജ്. സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ് ഇല്ല. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 290 എങ്ങാണ്ടായിരുന്നു റേറ്റ് പറഞ്ഞത്. ബുക്കിംഗ് ആയതാണ്. 290 ബുക്കായ വണ്ടിയാണ്. 290 തന്നെ കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് ഇതായതുകൊണ്ട് FI നെഗറ്റീവ് ആയതുകൊണ്ട് മാത്രം ക്യാൻസൽ ആയ വണ്ടി. ഓക്കെ, എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ലല്ലോ? നല്ല വണ്ടി. നമ്മളിത് വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം കൂടെ ചേർത്തിട്ട് 5ാമത്തെ പ്രാവശ്യമാണ് വീഡിയോയിൽ വണ്ടി കാണിക്കുന്നത്.
ഒന്നാമത് എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് പെട്രോൾ ആണല്ലോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഡീസലിന് നല്ല എൻക്വയറി ഉണ്ട്. ഡീസൽ അന്ന് വെച്ച് കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഇഷ്യൂസ് ഉള്ളതിനെ കൊണ്ടല്ല, നല്ല വണ്ടി. ഏതോ ഒരു നല്ല വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കുറച്ചായി കാത്തു കിടക്കുന്നുണ്ട്. ലോൺ എന്തായാലും ഫുൾ ലോൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. 17 മൈക്രോ 290 എന്നുള്ളത് അത്യാവശ്യം ഗ്യാപ്പുള്ള റേറ്റാണ്. 3.4 വരെയൊക്കെ നോർമൽ മാർക്കറ്റ് റേറ്റ് ഉള്ള വണ്ടി തന്നെയാണ്, വിലപ്പാകുള്ളതാണ്. വേറെ ഇഷ്യൂസ് ഉള്ളതിനെ കൊണ്ട് വില കുറച്ചതും അല്ല. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് എൻക്വയറി ഉണ്ട്. നമുക്ക് 2022 എക്സ്റ്റൻഡ് വാറണ്ടി ഇല്ല, 2028 വരെ വാറണ്ടി ഉള്ള വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, ആകെ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2022 ഓൾട്ടോണർ LHA ആണ് BXA ആണ്. ഡുവൽ എയർ ബാഗ് വരും. ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്കാ നീറ്റാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. LHA BXA കമ്പാരിസൺ നോക്കുമ്പോൾ തന്നെ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് പുറത്ത് റേറ്റ് വ്യത്യാസം വരുന്ന വണ്ടിയാണ് ഇത്. 2028 വരെ വാറണ്ടി വരുന്ന വണ്ടിയാണ്. 2028 വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. എടുക്കുന്നവർക്ക് ടെൻഷൻ കേട്ടോ. മാരുതി വാറണ്ടി ആണ്. 3 ഫ്രീ സർവീസും ഉണ്ടാവും. ഓക്കെ, വേറെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ഒരു ഫ്രീ സർവീസിനും കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ പക്കാ വണ്ടി. ഒരു ഫ്രീ സർവീസിനും ഏകദേശം സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. നമുക്ക് 5000, ഞാൻ തീർക്കട്ടെ, ഓരോ ഫ്രീ സർവീസിനും 5000 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരുന്നതാണ്. 10000 രൂപ ഏകദേശം ഓരോ സർവീസിന്റെ കാര്യം മാത്രം നോക്കുന്നവരെ വാറണ്ടി ഉൾപ്പെടെ നമുക്ക് ലാഭം ഉണ്ടാവും. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2022 ഓൾട്ടോ VXA 385 കൊടുക്കാം. 385 2022 ഓൾട്ടോ 800 VXA ആണ്, LHA അല്ല. 1 ലക്ഷം പുതിയ വണ്ടി LHA VXA വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. പിന്നെ സിംഗിൾ ഓണർ, ലോണ് ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? സെറ്റ്. നോക്ക് അരുൺ, എന്നുള്ള പോലെ തന്നെ ഗ്യാപ്പുള്ള ഒരു വണ്ടി ഉണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? 2017 മോഡല് WRV, ഹോണ്ടന്റെ WRV കോമ്പാക്ട് SUV വണ്ടിയാണ്. വേരിയന്റ് ഏതാ? ദസ് ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ. ഒരു ഹൈലൈറ്റ് കൂടെ ഉണ്ട്. CNG ബാഡ്ജിങ് കാണുന്നുണ്ടല്ലേ? CNG ആണ്. ഓക്കെ, S എന്നുള്ള വേരിയന്റ് ആണ്. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒരുപാട് ഓടി ഉണ്ടാവും. CNG 71 ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ, ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്ക്രീന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ക്യാമറ ഉണ്ടാവും. ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ തന്നെ ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് വണ്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് റേറ്റ് ഗ്യാപ്പ് എന്ന് പറഞ്ഞത്? നമുക്ക് 5 നല്ല മൈലേജ് ഉള്ള വണ്ടിയല്ല. 20 മുകളിൽ കൺഫേം മൈലേജ് അല്ല. 2017 വണ്ടി CNG ഇട്ട് വരുന്ന ഒരു 5.5 അല്ല റേറ്റ് വരാറ്. അതിന് 5.5 കൊടുക്കാം, കയ്യിലും കുറച്ച് കൊടുക്കാം. പോരെ, 5.5 കുറച്ച് കൊടുക്കാൻ പറ്റും. ലോൺ എന്തായാലും 5.5 തന്നെ ആ റേഞ്ചിൽ തന്നെ വരുന്നതാണ് മാക്സിമം വണ്ടി 5-20 റേഞ്ചിൽ ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് മുകളിൽ കയറുമല്ലോ. ഫുൾ ലോണൊക്കെ വേണമെങ്കിൽ പറയില്ലേ? ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ ഫുൾ ലോൺ എന്ന് പറയുമ്പോഴേക്ക് എല്ലാവരും കോൾ ചെയ്ത് ഫുൾ ലോൺ എന്ന് പറയും. നമ്മൾ പ്രൊഫൈലൊക്കെ എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ പാസ്സാവില്ല. ഓക്കെ, പ്രൊഫൈൽ ഉള്ളവർക്ക് ഫുൾ ലോൺ കിട്ടും. തീർച്ചയായിട്ടും. റീപ്ലേസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പക്ക കമ്പനി ഹിസ്റ്ററി ഉള്ള സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? ഓക്കെ, CNG ഉള്ളതിനെ കൊണ്ട് ചോദിക്കണം. മൈലേജ് ഒരു 20ന്റെ പുറത്ത് കയറൂലേ? തീർച്ചയായിട്ടും 20 മുകളിൽ കൺഫേം മൈലേജ് ഉണ്ടാവും. ഓക്കെ, അതിനടുത്തത് 2021 മോഡൽ ആൾട്ടോ LXI. 2021 ഓൾട്ടോ LXI എന്ന് പറയുന്ന നേരം AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ്, സിംഗിൾ എയർ ബാഗ് LHAയിലേക്ക് വരുന്ന നേരം ന്യൂ ഷേപ്പിൽ വരുന്നുണ്ടാവും. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 18-20 അതിന് മുകളിലൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വണ്ടി ലോക്കാണ്. വാറണ്ടി ഉള്ള വണ്ടി. സീറ്റ് കവർ കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ടല്ലേ? വാറണ്ടി എത്ര കാലം കിട്ടുന്നുണ്ടോ? 1 ഇയർ ആണോ 6 മാസമാണോ? 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ടോ? വാറണ്ടി എത്ര കാലം കിട്ടുന്നുണ്ടോ? 1 ഇയർ വാറണ്ടി ഉള്ള വണ്ടിയാണ്. നിലവിൽ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ട്, അതുകൂടെ കിട്ടും. ഞാൻ ചെക്ക് ചെയ്തില്ല, പുതിയ വന്ന വണ്ടിയാണ്. ശരി, ഇന്റർലോക്ക് ചെയ്യാൻ നിൽക്കുന്നതിനെ ഫുള്ള് ചളിയാണ്. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ എടുക്കുമ്പോഴേക്ക് ഫുൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നടന്ന വീഴും. അരുണേക്കോ 2018 5 സീറ്റർ AC KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. 5 സീറ്റർ അതിനെ കൊണ്ട് AC എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ ഇത്? പവർ വിൻഡോസ് വരില്ല ഫ്രണ്ടില്? ഇല്ല, പവർ വിൻഡോ വരില്ല. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണല്ലോ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? പ്രശ്നങ്ങളൊന്നും, നല്ല വണ്ടിയാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? ഇതൊക്കെ 65,000 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററിലെ വാറണ്ടി ഉള്ള വണ്ടി. ഓണർഷിപ്പ് ഉണ്ടോ? അല്ല, ഓണർഷിപ്പ് ഒരുപാടായിട്ടുണ്ടോ? ഓണർഷിപ്പ് ഒന്നും ഒരുപാടായിട്ടില്ല. വാറണ്ടി കൊടുക്കുന്ന വണ്ടിയല്ലേ? ഓക്കെ, വാറണ്ടി 6 മാസമാണോ 1 വർഷമാണോ? 6 മന്ത് വാറണ്ടി കിട്ടുന്നുണ്ടാവും. എടുക്കുന്ന എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? നിലവിൽ എല്ലാ ഫുൾ വർക്ക് ചെയ്ത വണ്ടി. അതിനടുത്ത് 2017 മോഡൽ ബലീനോ ആൽഫ ഫുൾ ഓപ്ഷൻ വണ്ടി. അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ടോപ്പ് എൻ മോഡൽ. ആകെ 30-something കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ട്രൂ വാല്യൂന്റെ വാറണ്ടി കിട്ടുന്നുണ്ടാവോ? ഇല്ല, നമുക്ക് 18 മുതൽ വണ്ടിക്കാണ് ഇപ്പോൾ വാറണ്ടി കൊടുക്കുന്നത്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരില്ല. ഏറ്റവും ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്ന നേരം ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ബാക്ക് സെൻസേഴ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡ്യുവൽ എയർ ബാഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, ബാക്ക് ക്യാമറ, എല്ലാ കാര്യങ്ങളും വരുന്നത് ഫുൾ സെറ്റപ്പ്. പുതിയ ബലേനോ ആൽഫയ്ക്ക് ഏകദേശം 12ന്റെ അടുത്ത് തന്നെ റേറ്റ് വരുന്നുണ്ട് ഓൺ ദ റോഡ്. ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതിന് ഏകദേശം 9ന്റെ പുറത്ത് റേറ്റ് ഉണ്ട്.
ഇപ്പോൾ നിലവിൽ 2017 35,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ബെലാനോ ആൽഫയ്ക്ക് ചോദിക്കുന്ന റേറ്റ് എത്രയാണ്? 6 lakh. 6 lakh കുറയുന്നുണ്ടോ? ചെയ്ത് കൊടുക്കാം. ലോണ് അത്ര തന്നെ കയറേണ്ടതാണ്. വാല്യൂഷൻ വരുന്നതാണ് ബെലാനോ മാർക്കറ്റുള്ള വണ്ടി അതിനെ കൊണ്ട്. റീപ്ലേസ് ഉള്ളതിനെ കൊണ്ടാണോ? അല്ലല്ല, റീപ്ലേസ് ഒന്നുമില്ല. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്കാണെങ്കിൽ മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. എടുക്കുന്ന വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, വാറന്റി ഇല്ലാത്തതിനെ കൊണ്ടാണ്. ഒന്നുമില്ല, പേടിക്കാൻ മാത്രം വണ്ടി. അടുത്ത 2019 മോഡല് ലിവ. ഓക്കെ. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ്. പെട്രോൾ ആണ്. 1.2 ലിറ്റർ 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 45,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ് കാര്യങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. KL11 രജിസ്ട്രേഷൻ കോഴിക്കോട് വണ്ടിയാണ്. വി എന്നുള്ള വേരിയന്റ് അതിനെ കൊണ്ട് ഡ്യുവലർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നില്ല, വണ്ടി ലോക്കാണ്. പിന്നെ ഇതിലും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആൻഡ്രോയിഡ് സ്ക്രീന് കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വണ്ടി നിലവിലുള്ള കണ്ടീഷൻ എന്താണ്? ക്ലീൻ വണ്ടിയാണ്. ഒരു കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല, പക്ക വണ്ടി. ഇപ്പോൾ ലിവ നിലവിൽ നിർത്തിയിട്ടുണ്ട്, പക്ഷേ ടൊയോട്ടൻ്റെ എഞ്ചിനാണ് വിശ്വസിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് 6 ആസ്കിംഗ് റേറ്റ് വരുന്നത്. 6.5 2019 ലിവ വി അല്ലേ? ഡ്യുവൽ ടോൺ ആണ്. ഇതിന് തൊട്ട് മുകളിലുള്ള VX എന്നുള്ള ഒരു ഫുൾ ഓപ്ഷൻ കൂടി ഉണ്ടാവുള്ളൂ. എടുക്കുന്ന വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ക്ലീൻ വണ്ടി. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു ടയർ പഞ്ചറാണ്. ശരി, ഇവിടെ ഈ ഇതായോണ്ടേ. ഓക്കെ. ലോൺ എത്ര പറയാൻ പറ്റുന്നുണ്ടോ? മാക്സിമം ഒരു 6-20 റേഞ്ചിൽ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്തത് 2021 മോഡല് അൾട്രോസ് XT വേരിയന്റ്. KL10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പെട്രോൾ അൾട്രോസ് അല്ലേ? പെട്രോൾ. 36,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ST എന്നുള്ളത് മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ക്ലീൻ ഓട്ടോ കൊണ്ട് വാറന്റി കൊടുക്കുന്ന വണ്ടിയാണ്. 1 year നമ്മളെ വാറന്റി ഉണ്ടാവും. 1 year ഓട്ടോ കൊണ്ട് വാറന്റി കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോസ് ഉണ്ടാവും. ഇൻബിൽട്ട് ഒരു സ്ക്രീന് വരുന്നുണ്ട്. അതേപോലെ തന്നെ 1.2 ലിറ്റർ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. ആ ഒരു എഞ്ചിൻ്റെ അകത്ത് 15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. നോർമൽ പെട്രോൾ അല്ലേ? ടർബോ ഒന്നും അല്ലല്ലോ? ടർബോ അല്ല, നോർമൽ പെട്രോൾ വണ്ടിയാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 6 lakh ആണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. പുതിയ സ്റ്റോക്കാ? പുതിയ സ്റ്റോക്ക്, അന്ന് എത്തിയതുള്ളൂ. എടുക്കുന്ന വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലീൻ വണ്ടിയാണ്. വാറന്റിയിൽ വണ്ടി, ഫുൾ വർക്ക് എടുത്ത് വാറന്റി വെച്ച് കൊടുക്കണം. ഓട്ടോ കൊണ്ട് വാറന്റിയിൽ വണ്ടിയാണ്. എത്ര? 1 year വാറന്റി. ഫ്രീ സർവീസ് ഉണ്ടാവില്ല? ഫ്രീ സർവീസ് ഉണ്ടാവില്ല. ന്യൂ ഷേപ്പ് വാഗണർ ഒക്കെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട്? നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. AGS AMT മാറി ഓട്ടോ ഗിയർ ഷിഫ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 2021 മോഡൽ. അതായത് മൈലേജ് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടിക്ക് AMTയിലേക്കൊക്കെ വരുന്ന നേരം വഴുക്കുണ്ട്. AMTയിലേക്കൊക്കെ വരുന്ന നേരം സാധാരണ നമുക്ക് കാണുന്നതാണ് 2 കിലോമീറ്റർ കുറയുക എന്നുള്ളത്. അപ്പോൾ പുതിയ സ്വിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ളത് മാനുവലിന് 24 കിലോമീറ്റർ മൈലേജും ഓട്ടോമാറ്റിക്കിന് 25 കിലോമീറ്റർ മൈലേജ് AGSൽ. അപ്പം ആ ഒരു വ്യത്യാസം AGSലേക്ക് വരുന്നവരുണ്ട്. പെർഫോമൻസിൽ വലിയൊരു വ്യത്യാസം വരുന്നില്ല. അതേ സമയത്ത് തന്നെ മൈലേജും അത്യാവശ്യം കിട്ടുന്നുണ്ട്. നല്ല വഴുക്കുണ്ടല്ലേ? നല്ല വഴുക്കാം. നല്ല മഴയായിരുന്നു. ഇത് VXIയിൽ AGS ആണോ ZXIയിലാണോ? VXIയിൽ അല്ലേ? VXI ആണ്. ഓക്കെ. ഇത് റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 6.10. 2021 2021 വണ്ടി AGSൽ 6 ലക്ഷം രൂപയല്ലേ പറഞ്ഞത്? 6.10 റേറ്റ്. നമുക്ക് 6 വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇത് 2022 മോഡലാണ്. ഇതും 6 lakh റേഞ്ചിൽ കൊടുക്കാം. 2 കിലോമീറ്റർ എത്ര ഉണ്ടാവും? ഇത് ആകെ 18,000 അങ്ങനെ എന്തോ ഓടിയിട്ടുള്ളൂ. ഓക്കെ. അതാണെങ്കിൽ 45. 2 ലോണൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും. 2 റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി. ഓക്കെ. ഈ ഒരു വാഗണറിന് ശരിക്കും പറഞ്ഞാൽ പുതിയതിന് ഇപ്പം എത്ര റേറ്റ് വരുന്നുണ്ടാവും? ഇത് പുതിയത് ഇപ്പോൾ 8.5 ആ റേഞ്ച് വരുന്നുണ്ട്. AGS ആണെങ്കിൽ AGSന് 8.5 റേറ്റ് വരുന്നുണ്ട്. ഇതാണെങ്കിലോ? ഇത് 8ന്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. ഒരു വ്യത്യാസം. ഓക്കെ. ഇത് 2022 പിന്നെ മാറ്റം വരുന്നുണ്ട്. ഇത് VXIനെ വരുന്നത്. ഓക്കെ. ഇത് 2022 VXI ആണ്. 12,000 കിലോമീറ്റർ സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. റീപ്ലേസ് ഇല്ല. വാറന്റി രണ്ടിനും വണ്ടി. നല്ല വണ്ടി. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു കോൺടാക്റ്റുള്ള നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. ഇവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വാട്സാപ്പിലെ കാറ്റലോഗും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വാറണ്ടി, ലോണ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദമായിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. വണ്ടി എടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും വണ്ടിയുടെ എല്ലാവിധ മെക്കാനിക്കൽ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയ ശേഷം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭിസൈനിങ് ഓഫ്. അഡിയോസ്.